ഹലോ, നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നോക്കാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ്? എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ടുവേർഡ്സ് യു? നിങ്ങളോടുള്ള കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, അയാളുടെ മുഖം മനസ്സിലോർക്കുക, പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് ടുവേർഡ്സ് യു. 3 കാർഡ് വന്നു. അപ്പോൾ നമുക്കൊന്നുകൂടി ഷഫിൾ ചെയ്തിട്ട് കാർഡെടുക്കാം. പുതിയ വർഷമല്ലേ, അപ്പോൾ എങ്ങനെയാണ് പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് നൈറ്റ് ഓഫ് കപ്സ് ആണ്. വാവ്, നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ചാമിങ് ലവറായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം. വിശ്വസ്തനായ ഒരു ആളായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ പാസ്റ്റിൽ റിലേഷൻഷിപ്പിന് ചീറ്റിംഗ് ഉള്ള എന്തെങ്കിലും ഒരു കാര്യം നടന്നു പോയിട്ടുള്ള ആളാവാൻ സാധ്യതയുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് മാനിപ്പുലേറ്റ് ചെയ്ത്, നിങ്ങളെ കള്ളം പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ്. ട്രസ്റ്റ് ഇഷ്യൂ വന്നിട്ട് മാറി നിന്നിട്ടുള്ള ആളാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നൈറ്റ് ഓഫ് കപ്സ് വെച്ചാൽ വിശ്വസ്തനായിട്ട് ഒരാളായിട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. പക്ഷേ ഇത് സമയമെടുക്കും, പതുക്കെ വരുള്ളൂ. കാരണം നിങ്ങൾ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിടയിൽ കുറച്ച് കോൺഫ്ലിക്റ്റ്, കുറച്ച് വൂൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഹീലാവണം, അതിനുള്ള സമയമെടുക്കും. പതുക്കെ വരത്തുള്ളൂ. പക്ഷെ വരുന്നത് വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള, ലവിങ് ആയിട്ടുള്ള, ചാമിങ് ആയിട്ടുള്ള, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ആളായിട്ടാണ് തിരിച്ചു വരാൻ അയാൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിട്ട് 10 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒന്നുകിൽ ഒരു ഫാമിലി ആയിരിക്കാം, നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലെ ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പോലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തേക്ക് മറ്റുള്ള ആളുകളുടെ ഇൻ്റർഫിയറൻസ് ഉണ്ടായിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. കുട്ടികൾ ബാധിക്കപ്പെട്ടിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് കാണുന്നുണ്ട്. ഇവിടെ മൂന്നാമതുള്ള ആളുകളുടെ സ്വാധീനം ഈ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായതായിട്ട് തീർച്ചയായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ നിലവിൽ അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും അയാളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മറ്റ് പല മേഖലകളിൽ, ഒരുപക്ഷെ അയാളുടെ കരിയറിലായിരിക്കാം, അയാളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്യൂസിലായിരിക്കാം, അതുപോലെ ഇയാളുടെ മറ്റ് ബന്ധങ്ങളിൽ, ഏത് ഫാമിലി മാൻ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ഫാമിലിയിൽ അയാൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, മറ്റ് ബന്ധങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, മറ്റ് പേഴ്സണൽ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നാണ് കിങ് ഓഫ് വാണ്ട്സ് പറയുന്നത്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് ഏസ് ഓഫ് സ്വോർഡ്സ് ആണ്. ഇപ്പോൾ അയാൾക്കൊരു ക്ലാരിറ്റി ഉണ്ട്, നിങ്ങൾക്കിടയിൽ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ ഫേസ് വന്നിരിക്കുന്നത് തുടങ്ങിയ ക്ലാരിറ്റി ഇയാൾക്കിപ്പോൾ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളിലേക്ക് തിരിച്ചു വരണം, ഒരു പുതിയ തുടക്കം വേണം എന്നയാൾ ആഗ്രഹിക്കുന്നുണ്ട്. വളരെ ക്ലാരിറ്റിയുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുമായിട്ട് ഉണ്ടാക്കണം എന്നയാൾ വിചാരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്. താങ്ക് യു സോ മച്ച്.